ചേച്ചി ഒരു മതവിശ്വാസിയാണ്. മതവിശ്വാസമൊക്കെ ഉണ്ടാവും. അതിപ്പോ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതായത് ഞാൻ ടെമ്പിളിൽ പോവാറുണ്ട്, വിസിറ്റ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചിട്ട് മതം വേണം എന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം ഇപ്പൊ നമ്മളെല്ലാരും എഡ്യൂക്കേറ്റഡ് ആണ്, നമുക്കറിയാം. കാരണം മതം എന്ന് വെച്ച് മരിക്കുന്ന കുറെ പേരുണ്ട്. അതിനെന്തായാലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ നമുക്കിപ്പം സങ്കടം വരുമ്പം പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ വിശ്വസിക്കുന്നോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളൊരു ശക്തിക്ക് വേണ്ടി കൊണ്ടു നടക്കാന്നല്ലാണ്ട് ഒരിക്കലും അതൊരു ലൈക്ക് അതിനുവേണ്ടി മരിക്കാനൊന്നും നടക്കാൻ ഞാൻ സപ്പോർട്ടല്ല. ഇല്ല, എനിക്ക് അതിനോട് അഡിക്റ്റഡ് ആവാൻ പാടില്ല. ബിക്കോസ് അതിന് വേണ്ടിയിട്ട് ആരും ഹേർട്ട് ചെയ്യാൻ പാടില്ല. നമ്മുടെ വിശ്വാസം മറ്റൊരാൾക്കൊരു ഉപദ്രവമാകാൻ പാടില്ല, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ചേച്ചി പറഞ്ഞതിൽ ചോദ്യം ചോദിക്കുകയാണ്. അങ്ങനെയുള്ള അതായത് ആരെങ്കിലും പ്രവൃത്തികൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ ബാക്കിയുള്ളവരെ ചെയ്യപ്പെടുന്നുണ്ടോ? ഉണ്ട്. ബട്ട് അതിങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. അല്ല, എനിക്കും സെയിം അഭിപ്രായമാണ്. വേറൊരാളെ ഹേർട്ട് ചെയ്തില്ല എന്നുള്ളത്. ചെയ്യപ്പെടുന്നുണ്ടോ? ഉണ്ട്. അതെങ്ങനെ ഓപ്പണായിട്ട് പറയുന്നു? അല്ല, അങ്ങനെയല്ല. മിക്ക ഇതിലും നമ്മളിപ്പോ കാണുന്നില്ല. വേറെ ഇപ്പൊ ഞാൻ റിലീജിയൻ പറയുന്നില്ല, ഏതെങ്കിലും പെർട്ടിക്കുലർ റിലീജിയനുള്ള സ്കൂളുകളിലൊക്കെ അതിന്റെ ഒരു സ്കൾപ്ചറൊക്കെ എടുത്ത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു കൊണ്ടുവന്ന് പോസ്റ്റർ ഒട്ടിക്കുന്നു. ഇപ്പം നമ്മൾ തന്നെ ഇപ്പം ഓപ്പണായിട്ട് പറയാമെങ്കിലും പറയാം, ഇപ്പൊ രാമക്ഷേത്രത്തിന്റെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവിടെ ഉള്ള ക്രിസ്ത്യൻ പള്ളിയെല്ലാം മുസ്ലിം പള്ളിയെല്ലാം കൊണ്ടുവന്ന് കൊടി വെക്കുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉള്ള അത് വേറൊരു റിലീജിയന് എതിരായിട്ട് അവരവരുടെ ഇത്, നമുക്ക് നമ്മുടെ ഇത്. അവരോരുത്തർക്ക് അവരോരുത്തർ റെസ്പെക്ട് ചെയ്ത് മ്യൂച്വലി റെസ്പെക്ട് ചെയ്ത് പോവുക, അത്രേ ഉള്ളൂ. ഈ മതങ്ങളുടെ ആഘോഷങ്ങളിൽ ആ മതത്തിൽ പെട്ടവർ മാത്രമല്ല ഉള്ളത്. പലർക്കും പല രീതിയിലുള്ള ഓരോ ആഘോഷങ്ങളും കാണുന്നത്. ചിലർക്ക് കൂട്ടുകാരൊപ്പം വൈബ് അടിച്ചെടുക്കാനും അങ്ങനെ പല ഇതുണ്ടാവും. അപ്പൊ പിന്നെ ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അത് വെച്ചിട്ട് ഒരാൾ മതത്തെ സപ്പോർട്ട് ചെയ്യണമെന്ന് അർത്ഥം വരില്ലല്ലോ. പരിപാടികൾ വേറെ, ആഘോഷങ്ങൾ വേറെ. മതങ്ങളുടെ പേരിൽ ആഘോഷങ്ങളാക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. അല്ല നമ്മുടേതായിട്ടുള്ള സന്തോഷത്തിന് ആക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമല്ല. നോമ്പൊക്കെ എടുത്തു കഴിഞ്ഞ് ഈസ്റ്ററിന്റെ ദിവസം നമുക്കൊരു പ്രത്യേക സന്തോഷം ഉണ്ടല്ലോ. അപ്പം എല്ലാ ഒരു ഞായറാഴ്ചയിലും നമ്മൾ വീട്ടിൽ നിൽക്കണേലും കൂടുതലൊരു സന്തോഷം ആ ഈസ്റ്ററിന്റെ ദിവസം നമുക്ക് അതായത് നമ്മുടെ ബന്ധുക്കൾ ചിലപ്പോൾ വരും, നമ്മുടെ വീട്ടിൽ സ്പെഷ്യലായിട്ട് കുറച്ച് ഫുഡ് ഉണ്ടാക്കും. പിന്നെ നമ്മൾ കുറേ ദിവസങ്ങൾ അടുപ്പിച്ച് പള്ളികളിലായിരിക്കും. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷം. ഇപ്പം വീട്ടിൽ കുറച്ച് നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ വരുവാണെങ്കിൽ അത് ഒരു അത്യാവശ്യം ഒരു ചെറിയ ആഘോഷത്തിന്റെ ഒരു ഇതിലേക്ക് എത്തുമല്ലോ. അങ്ങനെ ഒരു ഇതാ ഉദ്ദേശിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളല്ലേ, ഇപ്പം ഇതേപോലുള്ള സമയങ്ങളിൽ മാത്രമേ നാട്ടിലുള്ളവരെയൊക്കെ ഒന്ന് കാണാൻ പോലും പറ്റൂ. ഇപ്പം ഒരു പെരുന്നാൾ വന്നാലേ ഉള്ളൂ ഇതേപോലെ പള്ളിയിലായാലും ആൾക്കാർ ഇത്ര കൂടുന്നത്. അപ്പം ഇതൊക്കെ ആഘോഷിക്കട്ടെ എന്ന് ഞാൻ പറയാം. അമിതമായി ഒന്നിലും വിശ്വസിക്കാതിരിക്കുക. ഓവറായിട്ട് അന്ധമായിട്ട് വിശ്വസിക്കാതിരിക്കുക. വിശ്വാസം നല്ലതാണ്. എപ്പോഴും എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്നുള്ളത് ആൾക്കാർക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കും, അത്രേ. അതൊരു ഫെസ്റ്റിവലാണ്. അത് എന്തിനാണ് ഫെസ്റ്റിവൽ എന്നല്ല പറയുന്നത്. അപ്പം ആ ഒരു അവരുടേതായ വിശ്വാസങ്ങൾ അവർ ആഘോഷിക്കുന്നതിന് മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ട്. നമ്മൾ മറ്റേ സിനിമ ഡയലോഗ് വരുന്നില്ല, അവരാഘോഷിക്കട്ടെന്നേ. അങ്ങനെ ആഘോഷിക്കുന്ന ഒരു പ്രശ്നവും. നമ്മൾ അവരുടെ ആഘോഷങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് ഈ ഇഷ്യൂസ് ഉണ്ടാവുന്നത്, അല്ലേ? അങ്ങനെയുള്ള വർഗീയവൽക്കരിക്കേണ്ട ഒരു കാര്യം ഇപ്പോഴില്ല. എല്ലാ മതങ്ങളും ഒന്നാണ്, ആശയങ്ങളും ഒന്നാണ്. ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും എല്ലാം ഒരേ തിയറിയാണ് മതം. അതായത് നമ്മുടെ ആളുകൾ ഉണ്ടാക്കുന്നതാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ.